ജാസ്മിൻ്റെ അഭിനയം കലക്കി. ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ജാസ്മിനെ പ്രശംസിച്ചു. ഓഡിഷനൊക്കെ അടിപൊളിയായിരുന്നല്ലോ ജാസ്മിൻ. ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടി കാറൊക്കെ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മകൾ അച്ഛനെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അല്ലേ, അതല്ലേ ചെയ്തത്? വളരെ അടിപൊളിയായിരുന്നു കേട്ടോ എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജിൻഡോ എത്ര അടിപൊളിയായിട്ടാണ് അച്ഛൻ്റെ റോളൊക്കെ ചെയ്തത്. അറിയാമായിരുന്നോ? പ്രൊഡ്യൂസറും ഡയറക്ടറും അവരാണ് വരുന്നതെന്നൊക്കെ അറിയാമായിരുന്നു. എല്ലാവരോടും കൂടിയാണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നു ഇല്ല ലാലേട്ടൻ അറിയില്ലായിരുന്നു, അവരാണെന്ന് അറിയില്ലായിരുന്നു എന്ന്. അപ്പോൾ ജിൻഡോയോട് ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നത് അവരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ഇല്ല ലാലേട്ടാ, അവരാണെന്നൊന്നും നമുക്കറിയില്ല. അവർ നേരെ ഇരുന്നിട്ടാണ് ഞങ്ങൾ അഭിനയിക്കുന്നതെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയേനെ. ഇതുപോലെയൊന്നും ഒരിക്കലും അഭിനയിക്കാൻ പറ്റില്ലായിരുന്നു. ആളറിയാതെ ചെയ്തതുകൊണ്ട് ഇപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി എന്നൊക്കെ ജിൻഡോ പറയുകയാണ്. ലാലേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ജിൻഡോയുടെയും ജാസ്മിൻ്റെയും ആ ഒരു അഭിനയം അടിപൊളിയായിരുന്നു. ജിൻഡോയുടെ ആ ഒരു ജിൻഡോയുടെ അച്ഛനെന്നുള്ള രീതിയിലുള്ള അഭിനയമൊക്കെ, ആ ഇമോഷണൽ സീൻ, കരച്ചിലൊക്കെ അടിപൊളിയായിരുന്നു. ജിൻഡോയുടെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് അഭിനയിക്കണം, സിനിമയിൽ എത്തിച്ചേരണം, നല്ല റോളുകൾ ചെയ്യണമെന്നുള്ളത്. ആ കണ്ണാടി ടാസ്കിലൊക്കെ ജിൻഡോ കണ്ണാടി നോക്കി നീ നല്ലൊരു അഭിനേതാവാകും, നീ മുൻനിര നായകനാകും എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും ജിൻഡോയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ.